സ്നേഹിച്ചും ഓമനിച്ചും വളർത്തിയ മക്കളിൽ നിന്നും എതിർത്തൊരു വാക്കു വന്നാൽ പോലും അച്ഛനമ്മമാർക്കത് ചിലപ്പോൾ സഹിക്കാനായെന്ന് വരില്ല. എന്നാൽ അതുപോലെ സ്നേഹിച്ചു വളർത്തിയ മൂത്ത മകനിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ആലപ്പുഴ കായംകുളത്ത് സംഭവിച്ചത്. വിവാഹം കഴിഞ്ഞ് ആദ്യമുണ്ടായ കുഞ്ഞിനെ ഏറെ സ്വപ്നങ്ങളോടെ വളർത്തിക്കൊണ്ടുവന്ന നടരാജന് ക്രൂരമായ മരണമാണ് സ്വന്തം മകനിൽ നിന്നും ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഒപ്പം മകന്റെ കയ്യിൽ നിന്നും ഒരമ്മയ്ക്കുണ്ടായത് അതീവ സങ്കടകരമായ ഒരു വേദനയും. ഒടുവിൽ താൻ ചെയ്ത ക്രൂരതകളൊന്നും ഓർമ്മയില്ലെന്ന് പറഞ്ഞ നവജിത്ത് എന്ന മകൻ കൂളായിട്ടാണ് വീടിന്റെ മുകൾ നിലയിൽ നിന്നതും. ഭാര്യ നവ്യയെ പ്രസവത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാനിരുന്നതിന്റെ തൊട്ട് തലേ ദിവസമാണ് ദാരുണമായ ഈ സംഭവം ഉണ്ടായതും. പുല്ലുകുളങ്ങര പീടികച്ചിറ സ്വദേശി നടരാജനും ഭാര്യ സന്ധ്യയ്ക്കും 3 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്. മൂത്ത മകനാണ് നവജിത്ത്. പഠിച്ച് നിയമബിരുദം നേടിയ നവജിത്ത് വിവാഹിതനുമായിരുന്നു. രണ്ടാമത്തെ മകൾ നിധിമോളും മൂന്നാമത്തെ മകൻ നിധിൻ രാജും. നവജിത്തും മാതാപിതാക്കളുമായി വീട്ടിൽ എപ്പോഴും സാമ്പത്തിക കാര്യങ്ങളെ ചൊല്ലി വഴക്ക് പതിവായിരുന്നു. സംഭവ ദിവസവും വഴക്കുണ്ടായിരുന്നു. രാത്രിയിൽ നിന്ന് വലിയ ബഹളം കേട്ടതിനെ തുടർന്നാണ് നാട്ടുകാർ ഓടിയെത്തിയത്. അപ്പോൾ കണ്ടത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നടരാജനെയും ഭാര്യയുമാണ്. പിന്നാലെ മുകൾ നിലയിൽ നിലയുറപ്പിച്ച നവജിത്തിനെയും. ഞായറാഴ്ച രാത്രി 9:30 സംഭവം. തുടർന്ന് നാട്ടുകാർ ചേർന്ന് നടരാജനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അദ്ദേഹം മരണത്തിനു കീഴടങ്ങിയിരുന്നു.